ഈ സംഘികളുടെ തൊലിക്കെട്ടി അപാരം തന്നെ. ചീങ്കണ്ണിയും ഹിപ്പപ്പൊട്ടാമസും ഇവരുടെ തൊലിക്കെട്ടിക്ക് മുന്നിൽ ഒന്നുമല്ല എന്ന് അവർ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. യഥാർത്ഥ ന്യായീകരണ തൊഴിലാളികൾ പറഞ്ഞു വരുന്നത് ട്രംപിന്റെ ഇനാഗുറേഷനിൽ ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ക്ഷണിക്കുകയും മോദിയെ ക്ഷണിക്കാതിരിക്കുകയും ചെയ്തത് ഇവർ ന്യായീകരിക്കുന്നതിനെ കുറിച്ചാണ്. സംഘികളോട് ഇത് മുഴുവനായി കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് വലിയ ഒരു ന്യായീകരണത്തിനുള്ള ന്യായമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. വിശ്വഗുരു മോദിയെ ട്രംപ് ഇനാഗുറേഷന് ക്ഷണിക്കാത്തതിന് കാരണമായി ന്യായീകരിക്കാൻ വലിയൊരു ഉപായം ഞാൻ പറഞ്ഞു തരികയാണ്. ഹിന്ദു അമേരിക്കൻസ് എന്ന ട്വിറ്റർ ഹാൻഡിൽ ട്രംപ് തന്റെ ഇനാഗുറേഷന് ചൈനീസ് പ്രസിഡന്റ് ഷിയെ ക്ഷണിച്ചു, പക്ഷെ മോദിയെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞു. അതിന് മറുപടിയായി നാഗാർജുന ധർമ്മവാർ എന്ന ന്യായീകരണ സംഖ്യ കുറിച്ചത് ഇങ്ങനെയാണ്: ഇത് പൂർണ്ണമായും നല്ല കാര്യമായി. കാരണം മോദി വന്നാൽ ട്രംപിന്റെ പ്രഭ മോദി കവർന്നെടുക്കും. ട്രംപ് പ്രാധാന്യമില്ലാത്തവനായി മാറും. മോദി അവഗണിക്കാനും മാറ്റി നിർത്താനും പറ്റാത്തത്ര ലോകോത്തര ജനപിന്തുണയുള്ള ഒരു വിശ്വ വ്യക്തിത്വമാണ്. ഇപ്പോൾ നിങ്ങളുടെ സംശയമെല്ലാം മാറിയല്ലോ അല്ലേ? എന്തുകൊണ്ടാണ് ട്രംപ് ചൈനയുടെ പ്രസിഡന്റിനെ ക്ഷണിക്കുകയും മോദിയെ അവഗണിക്കുകയും ചെയ്തതെന്ന്? ട്രംപിന് ഭയമാണ് മോദി വന്നു കഴിഞ്ഞാൽ തന്റെ പ്രാധാന്യം ഇല്ലാതാകുമെന്ന്. സമ്മതിച്ചേ മതിയാവൂ. സംഘികളുടെ ഈ തൊലിക്കെട്ട് കണ്ട് 1000ഓളം മുതലകൾ ഇവർക്ക് മുമ്പിൽ തങ്ങൾ ഒന്നുമല്ല എന്ന് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് ലേറ്റസ്റ്റ് ആയി അറിയാൻ കഴിഞ്ഞത്. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് ഈ ചീങ്കണ്ണികൾക്ക് വരെ മനസ്സിലായി. ഇനി ഇതിൽ വേറെ ശ്രദ്ധേയമായ കാര്യം, ആദ്യമായാണ് മറ്റു രാജ്യങ്ങളുടെ നേതാക്കളെ ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇനാഗുറേഷന് ക്ഷണിക്കുന്നത്. ഇതിനു മുൻപ് ഇങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. അതുപോലെ ട്രംപ് മറ്റു പ്രധാന രാജ്യങ്ങളിലെ നേതാക്കളോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇനാഗുറേഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. എന്നാൽ മൈ ഫ്രണ്ടിനെ മാത്രം ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ സംഘികൾ ട്രംപിന് വേണ്ടി പൂജ ചെയ്തത് വെറുതെ ആയി പോയല്ലോ എന്റെ ഭഗവാനെ. മറ്റു രാജ്യങ്ങളിലെ നേതാക്കളെ ട്രംപ് ബന്ധപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇത് അസോസിയേറ്റഡ് പ്രസിനെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂ ഓർലിയൻസിൽ നിന്നുള്ള WDSU ന്യൂസ് കൊടുത്ത വാർത്തയാണ്. ഇത് അസോസിയേറ്റഡ് പ്രസിൽ ഇതിനെക്കുറിച്ച് പറയുന്ന വാർത്ത. ട്രംപ് മറ്റ് ലോക നേതാക്കളെയും തന്റെ ഇനാഗുറേഷന് ക്ഷണിക്കുകയാണ് എന്ന്. മോദിയെ ഒരു നേതാവായി പോലും ട്രംപ് കാണുന്നില്ല എന്നർത്ഥം. ഇത് CNN വന്ന വാർത്ത. ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷനിൽ പറഞ്ഞിരിക്കുന്നത് CNN കവർ ചെയ്യുന്ന ടീം റിപ്പോർട്ട് ചെയ്തത് മറ്റ് ലോക നേതാക്കളോടും ഇനാഗുറേഷന് വരാൻ താല്പര്യമുണ്ടോ എന്ന് അവർ ചോദിക്കുകയാണ് എന്ന്. ഇത് ഫോർബ്സിൽ വന്ന വാർത്ത. ഇനി മറ്റൊരു കാര്യം, ഈ വാർത്തകളിൽ എല്ലാം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഷീ ജിൻപിങ് ട്രംപിന്റെ ക്ഷണം നിരസിക്കുകയാണ് ഉണ്ടായത്. കാരണം അമേരിക്കയുടെ മുൻപിൽ തലകുനിക്കാൻ ചൈന ഒരിക്കലും മുതിരില്ല. അവർ അമേരിക്കയെ കടത്തിവെട്ടി ലോകശക്തിയാകാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. കരൺബീർ സിംഗ് എന്ന ട്വിറ്റർ യൂസർ ഇവിടെ കുറിച്ചിരിക്കുന്ന രസകരമായ ട്വീറ്റ് കണ്ടോളൂ. മോദിയെ വിളിക്കാത്തത് നന്നായി, ട്രംപിന്റെ പ്രസക്തി പോയേനെ എന്ന് പറഞ്ഞ് ന്യായീകരണ സംഖ്യയ്ക്ക് മറുപടിയായാണ് ഇത് കുറിച്ചത്. നിങ്ങളെപ്പോലുള്ള വിഡ്ഢികളുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ മിത്രങ്ങളെ എന്ന് മോദി പറയുന്നതായി. എന്നാലും ഈ ട്രംപ് ചെയ്തത് വലിയ കടന്ന കൈയായി പോയി എന്ന് പറയാൻ എനിക്ക് മടിയില്ല. Modi-ji is great. He has brought golden age of India back in front of us, and this is a historical moment for us to cherish. നിങ്ങളെ ഇത്രമാത്രം പിന്തുണച്ച മൈ ഫ്രണ്ടിനെ വെറും കറിവേപ്പില പോലെ എടുത്തെറിയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? പാലം കടക്കുവോളം നാരായണ അല്ലേ ട്രംപേ? ഏതായാലും വിശ്വഗുരുവിന്റെ കുരു പൊട്ടിപ്പോയത് വളരെ മനോവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ കേൾക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ട്രംപ് ക്യാബിനറ്റിലുള്ള ഇന്ത്യൻ വംശജരായ ആളുകൾക്ക് 100 കണക്കിന് കോളുകളാണ് അത്രേ ചെല്ലുന്നത്. എങ്ങനെയും മോദിയെ ഒന്ന് ക്ഷണിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷെ എന്തായാലും സംഘികളെ, ഇത് ന്യായീകരിക്കാൻ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന സഹായം ജീവനുള്ള കാലം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ട്രംപിനെ പോലെ പാലം കടക്കുവോളം നാരായണ എന്ന സ്വഭാവം ഉള്ളവരല്ല എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ.